മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 16. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ധനസമൃദ്ധിയില് ചിലർ അഹങ്കരിക്കും. എനിക്ക് വേണ്ടോളം ഉണ്ട്, എനിക്കൊന്നിന്റെയും കുറവില്ല എന്നൊക്കെ ചിന്തിക്കും. മറ്റു ചിലർ ശാരീരിക ബലത്തിലും സ്വാധീന ശക്തിയിലുമാണ് അഹങ്കരിക്കുക. ഭക്തി വിധേയമായി അഹങ്കരിക്കുന്നവരുമുണ്ട്. ഞാൻ ദൈവത്തിന് സ്വന്തമാണ്, ഞാൻ കഴിഞ്ഞിട്ടേ ആധ്യാത്മികതയുള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഈശോയെ പറ്റി പഠിച്ച് അഹങ്കരിക്കുന്നത് വിരോധാഭാസം. നല്ല വസ്തുക്കൾ മോശമായാൽ അവ കൂടുതൽ ഹീനമായിരിക്കും. പാല് ദുഷിച്ചാൽ അതിന്റെ ദുർഗന്ധം അസഹ്യമാണെന്ന് നമുക്കറിയാം. നാം ആശ്രയിക്കുന്ന ധനവും മാനവും കൈവിട്ടു പോകുവാൻ കാലതാമസമൊന്നുമില്ല. ബുദ്ധിയും ഓർമ്മശക്തിയും തീർന്നു പോകുന്നതും അസ്വാഭാവികമല്ല. അഹങ്കാരം ആർക്കും പാടില്ല, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവന് അത് യോജിച്ചതല്ല. ഞാൻ അപ്രാപ്തനാണോ എന്ന് സ്വയം വിധിച്ച് ജീവിതതലങ്ങളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. എന്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം പ്രവർത്തിക്കുവാൻ ഞാൻ അപ്രാപ്തനാണ്. ദൈവകൃപ എന്നോടുകൂടി ഉള്ളതിനാൽ ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങും എന്ന ഒരു ചിന്താഗതിയാണ് യഥാർത്ഥ നന്മ എന്ന് ഞാൻ പറയും. കുറെ പർവ്വതത്തിൽ നിന്നിറങ്ങിയ മോശെ ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ ഭയപ്പെട്ടു. ദൈവത്തോട് മോശ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ എവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്ന് പറഞ്ഞു. ദൈവം മറുപടിയായി, എന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് പറഞ്ഞു. താഴ്മയുടെ ശരിയായ മാതൃക ഇവിടെ കാണാം. സ്വയം അപ്രാപ്തനാണെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.